അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാവും. ഞാനൊരു ഓരോ മസാലയിൽ തന്നെ 2 തരത്തിലുണ്ടാക്കുന്ന ഇറച്ചിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കുഴയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ച് വെള്ളം കുറച്ചിട്ട് വേണം ഇതിന് കുഴച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ലൂസായി പോവും. ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. ചപ്പാത്തിനേക്കാളും കുറച്ച് നനവ് കുറച്ചിട്ട് വേണം ഇതിന് കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചിട്ട് നമുക്കൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് മൂടി ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒന്ന് വെക്കാം കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നന്നായി ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 സവാളയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബീഫിൻ്റെ മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു 5 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് ഒന്ന് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് വഴറ്റാം. വല്ലാണ്ട് വഴന്ന് ബ്രൗൺ കളറാവൊന്നും വേണ്ട, ചെറുതായി ഒന്നൊരു വഴന്ന് വാടി വന്നാൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പിടി മല്ലിയിലയും കുറച്ച് പുതിന ഒരു കുറച്ച് മതി. മല്ലിയിലൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് മല്ലിയിലേക്കാളും കുറച്ചും കൂടി കുറവായിട്ട് പുതിന എടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ സവാള ചെറുതായി ഒന്ന് വാടി വരട്ടെ. ഈ വാടി വന്നതിന് ശേഷം അപ്പോൾ കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റുക. അപ്പോൾ മസാല ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ടത് ഗരം മസാലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റുക. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. അധികം ഒന്നും വഴന്ന് വരണ്ട, ചെറുതായി ഒന്ന് വഴന്നാൽ മതി. ഇപ്പോൾ ഞാൻ ബീഫ് 2 കപ്പ് മിൻസ് ചെയ്തെടുത്ത ബീഫാണ് 2 കപ്പ് വേവിച്ചത്. കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച ആ ഒരു ബീഫ് ഒന്ന് മിക്സിയിലിട്ട് പതുക്കൊന്ന് കറക്കി എടുത്തതാണ് കേട്ടോ. അതേ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് യോജിക്കുന്ന രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഈ ഒരു രൂപത്തിൽ നമ്മൾ മസാല റെഡിയാക്കി എടുക്കാം. ഇത് ബീഫിന് പകരം ചിക്കൻ ചേർക്കാം, പക്ഷേ ബീഫാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മളതിൽ നിന്ന് മാവിൽ നിന്ന് കുറച്ച് വലിയ ബോൾ എടുത്തിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ചെറിയൊരു പത്തിരി പോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതുപോലെ ഓരോ ബോൾസ് ഞാൻ ചെറിയൊരു ബോൾ എടുത്ത് പത്തിരി പോലെ കുറച്ച് പൊടി തൂകിയിട്ട് പത്തിരി പോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ കനം കുറച്ച് പരത്തിയെടുക്കുക. കനം കൂടി പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അരിക് തമ്മിൽ ഒട്ടിക്കുമ്പോൾ ഭയങ്കര കനമായി പോവും. അപ്പോൾ അതുകൊണ്ട് നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം. പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോകരുത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ച് വെള്ളം കുറച്ചിട്ട് വേണം ഇതിന് കുഴച്ചെടുക്കാൻ കേട്ടോ. ഇതുപോലെ നൈസായിട്ട് പരത്തിയെടുത്ത് വയ്ക്കുക. അപ്പോൾ ഒരെണ്ണം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ആ പരത്തിയതിന് ശേഷം മറ്റേ ചെറിയ ബോൾ മാറ്റി വെച്ചിട്ടില്ലേ, അതൊന്നും കൂടി പരത്താം കേട്ടോ. അതേപോലെ കനം കുറച്ച് മറ്റേതും കൂടി ഒന്ന് പരത്തിയിട്ടുണ്ട്. ആ പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബീഫിൻ്റെ മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ ആ മിഡിലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ പത്തിരിയും കൂടി വെച്ചിട്ട് ഒന്ന് പതുക്കെ അടി കൊട്ടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെറിയൊരു പാത്രം എടുക്കുക, വട്ടുള്ള. നിങ്ങളുടെ വലിപ്പം നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു വട്ടുള്ള പാത്രം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അരിക് പതുക്കെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ അരികൊന്ന് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് കയ്യിൽ പിടിക്കുക. അതുകൊണ്ടാണ് 2 പത്തിരിയും കനം കുറച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ പിരിച്ചെടുക്കുമ്പോൾ കനം കൂടി പോവില്ല കേട്ടോ. ഇതുപോലെ പതുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. പ്രസ് ചെയ്യുക, ഉള്ളിലേക്ക് മടക്കുക, പ്രസ് ചെയ്യുക, ഉള്ളിലേക്ക് മടക്കുക. അതുപോലെ ചുറ്റും നമുക്കിതുപോലെ പിരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഒന്ന് പിരിച്ചെടുക്കാം.
അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റും പിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു രൂപത്തിൽ പിന്നെ ഒരെണ്ണം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ മസാലയുടെ കൂടെ മുട്ട വെച്ചിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആ ഒരു മുട്ടനെ 4 ആക്കി എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഈ ഒരു പീസാണ് കേട്ടോ. അപ്പോൾ ഒരു പത്തിരി പരുത്ത കനം കുറച്ച് പരുത്തതിന് ശേഷം അതിലേക്ക് മസാല വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മുട്ട ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കാം. കമഴ്ത്തി വെച്ചിട്ട് ഒരു പത്തിരിയും കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്കൊരു ഇതുപോലെ നേരത്തെ ഒരു പാത്രം കൊണ്ട് കട്ട് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഒരു മൂടി വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് ഞാൻ മറ്റേതിനേക്കാളും കുറച്ച് വലിപ്പമൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ ഈ പിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് എടുക്കാം കേട്ടോ. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്കത് പിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ മുട്ട വെച്ചത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യം തന്നെ എണ്ണ നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ പത്തിരി ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ മുട്ട വെച്ച് ഞാനിപ്പോൾ ഇതുപോലെ തന്നെ പൊരിച്ച് കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. മസാല മാത്രം വെച്ചിട്ടുള്ളത് ഞാൻ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട, ഇതാദ്യം ഞാൻ ഫ്രൈ ചെയ്ത് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാല മാത്രം ഫില്ല് ചെയ്തിട്ടുള്ളത് പത്തിരിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പൊരിച്ച് കോരിയെടുക്കാം. ഇതുപോലെ 2 സൈഡും മൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം ഒന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നാലും അതിൻ്റെ അരികൊക്കെ ആ ഒരു പിരിച്ച് വെച്ച ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരണ്ടേ. അപ്പോൾ ഇതുപോലെ ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ എല്ലാം നമുക്ക് പൊരിച്ച് കോരിയതിന് ശേഷം അവസാനം മുട്ട വെച്ചിട്ടുള്ളത് ഞാൻ ഫില്ലിങ് ചെയ്തിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. മുട്ട വെക്കാണ്ട് മസാല മാത്രം വെച്ചിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ പൊടിച്ചത് ചേർത്താണ്. ഞാനിതിൽ ബ്രൗൺ ഷുഗറാണ് ഉണ്ടായത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തു. അതിൽ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് പഞ്ചസാര അരിച്ചെടുത്തതിന് ശേഷം ഈ മസാല മാത്രം വെച്ച് ഫ്രൈ ചെയ്തില്ലേ, ആ പത്തിരി ഈ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ഒന്ന് പതുക്കെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നെയ്യാണ് ഞാൻ അതിൽ ഒഴിച്ചിട്ടുള്ളത്. ആ നെയ്യിലേക്ക് ഇതിങ്ങനെ 2 സൈഡും മുക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുത്ത് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് 2 സൈഡും മുട്ട ഒന്ന് വേവുന്ന വരെ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ചൂടായതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ട്, അപ്പോൾ പുറം ഭാഗം ഉള്ളിൽ മസാല നല്ല എരിവും പുറം ഭാഗം നല്ല മധുരമായിരിക്കും. അപ്പോൾ ആ ടേസ്റ്റും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, ആ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കാം. മറ്റതുപോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൽ മുട്ട വെക്കാണ്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചിലയിടത്തൊന്നും അങ്ങനെ മുട്ട വെക്കാറില്ല, ചില സ്ഥലത്ത് മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ 2 രൂപത്തിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.